ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനെന്നാ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ജൈവ സ്ലറി ഇതല്ല ഇത് പച്ചച്ചാണകം ഇത് വേണ്ട. ഇത് ഡയറി ടൂവിൽ നിന്ന് ഏർപ്പിച്ചതായിട്ടേ ഇതാണ് എന്താ പച്ചച്ചാണകം, പിന്നെ ചീമക്കൊന്നേൻ്റെ ചപ്പ്, പിന്നെ കപ്പച്ചപ്പ്, പിന്നെ ചാരം, പിന്നെ വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇതെല്ലാം കുറച്ച് വെല്ലും ഇതെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ലറിയായത്. ഇതിപ്പോൾ ഞാനിപ്പോൾ തക്കാളിക്ക് കൊടുക്കാനാണ് പോകുന്നത്. ആദ്യമായിട്ട് കൊടുക്കുന്ന തക്കാളി നട്ടിട്ടായി തക്കാളിക്ക് ആദ്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നല്ലൊരു ചെറിയ നല്ല ഉഷാറായിട്ട് നല്ല ഇതോടെ വരും. ഇത് ഞാനൊന്ന് കൊടുക്കട്ടെ. ഇത് കണ്ടില്ല, ഇങ്ങനെ കുറേശ്ശെ ഇതിൻ്റെ ഒഴിച്ച് കൊടുക്കുക. നല്ല ഉഷാറിൽ വരും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറുപ്പോടെ നല്ല ഒരു ഇതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽക്കൂടെ കൊടുക്കുക. ഇത് ഒരു മരുന്നും കൂടിയാണ്. കപ്പച്ചപ്പും ചീമക്കൊന്നി എല്ലാം അടിക്കുമ്പോൾ ഒരു കീടനാശിനി പോലെ ഇത് കൂടിയാവും ഇത് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് ഞാൻ ഇതൊന്ന് കൊടുക്കട്ടെ. ഇതിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ നല്ല കറുത്ത് നല്ല ഇതൊരു ഒരേ പൂക്കുകയും കഴിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചാണകസ്ലറി കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ തക്കാളിക്ക്, ചേമ്പിന്, പിന്നെ ആ കപ്പക്കും എല്ലാം കൂടി കൊടുക്കാനാണ്. ചേമ്പിന് കുറച്ച് വെച്ച് കൊടുക്കട്ടെ. പിന്നെ കുറച്ച് ആ കപ്പക്കും കൂടി ഉണ്ട്, അതിനും കൂടി വെച്ച് കൊടുക്കട്ടെ. ഇതിനെല്ലാം കൂടി ഈ സ്ലറി ഉണ്ടാക്കി കൊടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല വേഗം പെട്ടെന്ന് ഇനി വളരുകയും ചെയ്യും. നല്ല ചപ്പ് വീതിയോടെ നല്ല അകലത്തോടെ നല്ല ഒരു ആരോഗ്യത്തോടെ വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ പച്ചച്ചാണക സ്ലറി കൊടുക്കുന്നത്. ഇത് നല്ല വിറ്റാമിൻ്റെ ഇതാണ്. ഏറ്റവും നല്ല ഇതാണ് ഇതൊരു കീടനാശിനി പോലെയാണ്. എന്താ വെച്ചാൽ അങ്ങനെയുള്ള മരുന്നുകളെല്ലാം ഇതിൻ്റെ അകത്തുള്ളത്. പപ്പായച്ചപ്പ്, ചീമക്കൊന്നേൻ്റെ ചപ്പ്, പിന്നെ പിണ്ണാക്കും വേപ്പ് പിണ്ണാക്ക് ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് കഞ്ഞിവെള്ളം പൂക്കാനും കഴിക്കാനും നല്ലതാണ്. അതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇത് ചെയ്യും. പിന്നെ പിണ്ണാക്ക് നല്ലോണം തഴച്ച് വളരാൻ വേണ്ടിയിട്ടാണ് പിണ്ണാക്ക് വയ്ക്കുന്നത്. ഇത് കപ്പയാണ്. ഇന്നലെ തോല് വെച്ചതാണ്. ഇനി കുറേശ്ശെ അതിനും കൂടി ഒഴിച്ച് കൊടുക്കാൻ വെച്ചത് നല്ലതായത്. ഇതിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ലോണം കായും പൂവും ഉണ്ടാകുന്നത് നിൽക്കില്ല. നല്ലോണം പൂവും കായും നല്ല കൊല കുത്തി മാറി. പിന്നെ ഇത് നല്ലൊരു വളവും കൂടിയാണ്. നമ്മളിപ്പോൾ ഈ ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ വളം നമ്മൾ കൊടുക്കുന്നതേ വളം കിട്ടുമല്ലോ. നിലത്ത് നട്ട പോലെയല്ല. നിലത്താകുമ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ 1 മാസം കൂടുമ്പോൾ കൊടുത്താൽ മതി. ചാണകസ്ലറി 1 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ മതി. പിന്നെ എപ്പം കൊടുത്താൽ മതി. ഇതിപ്പോൾ അപ്പോൾ ആഴ്ചക്ക് കൃത്യമായി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബാഗിൻ്റെ അകത്തുള്ള വളം അവർക്ക് കിട്ടുള്ളൂ. ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് വലിച്ചെടുക്കാനും നല്ലൊരു ചപ്പെല്ലാം ഒരു പച്ചപ്പ് വന്ന് അല്ലെങ്കിൽ മഞ്ഞളിച്ച് പോവും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ പച്ചച്ചാണക സ്ലറി കൊടുക്കുന്നത്. ഇത് കലക്കി വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊടുക്കുന്ന ഒരു ആഹാരമാണ് ഇത്. പോട്ടിംഗ് മിശ്രിതം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് ഇതാണ് കാര്യമായിട്ട് കൊടുക്കേണ്ടത് വളം. പിന്നെ മറ്റുള്ളതെല്ലാം നമ്മൾ കൊടുത്തോളാം. വീടുന്ന് വന്നാൽ വീണ്ടും പോലെ കൊടുത്തോളാം. അത് ചെയ്തോളാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നാളെ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.